ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ITI ഡിപ്ലോമ ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർക്ക് കേരള PSC പുതിയ അവസരങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്, PSC പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ മാസം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ഓക്കെ, അത് നമ്മളുടെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അതിൻ്റെ റിലേറ്റഡ് ട്രേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയുള്ള സാലറി സ്കെയിലാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. അപ്പോൾ എന്തായാലും ഡിപ്ലോമയാണ് അവിടുത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇക്വലൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിക്കാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 17/12/2021 അപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയിട്ടൊന്ന് 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് 63 ആയിരുന്നു ലാസ്റ്റ് വന്ന കട്ട് ഓഫ്. 24 പേരുടെ മെയിൻ ലിസ്റ്റ് ഉള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. ടോട്ടൽ അഡ്വൈസ് 9 പേർക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, 9 പേരുടെ അഡ്വൈസാണ് ലാസ്റ്റ് ഈ ഒരു എക്സാമിൽ നിന്ന് പോയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇലക്ട്രീഷ്യൻ. ഇതാണ് ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അത് വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ടൈമുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? പാസ് ഇൻ SSLC ഓർ ഇക്വലൻ, അതുപോലെ എന്തുകൂടെ വേണം, NDC ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ, അതായത് ITI കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ ഒരു വയർമാൻ ലൈസൻസും വേണം. അപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ITIക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇലക്ട്രീഷ്യൻ്റെ എക്സാമുകളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരിക്കലും പിന്തിരിഞ്ഞ് പോകാതെ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തു, പറ്റിയില്ല, ടഫായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ച് മാറ്റി നിർത്താണ്ട് എല്ലാ എക്സാമുകൾക്കും ഇതുപോലെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തത് ചിലപ്പം ആ ഒരു എക്സാമിന് ഗുണം വന്നില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു എക്സാമുകൾക്കായിരിക്കും നമുക്ക് ഗുണം വരുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ അതോറിറ്റിയുടെ എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള എക്സാമുകളാണ് പൊതുവെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയായിരുന്നു ലാസ്റ്റ് ടൈം. അപ്പോൾ ഇനി ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/2/2024 അപ്പോൾ നിലവിൽ എന്താണ്, ആ റാങ്ക് ലിസ്റ്റ് ലൈവാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 62.33 ആണ്. 67 പേരുടെ മെയിൻ ലിസ്റ്റാണ് PSC അന്ന് പബ്ലിഷ് ചെയ്തത്. അല്ലെ, മെയിൻ ലിസ്റ്റ് 67 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റിലുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തത്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത് 35 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ 35 നമ്പർ ഇതുവരെ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, അത്യാവശ്യം നല്ലൊരു നമ്പറാണല്ലേ. അപ്പോൾ ഇതെന്തായാലും PSC ഇപ്പം എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരിക, അതിന് മുന്നേ തന്നെ എക്സാം നടത്തുക എന്ന് പറയുന്നൊരു പാറ്റേൺ PSC ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തു വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇത് വിളിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായാലും ഒരു എക്സാം നമ്മുടെ മുമ്പിലുണ്ട്, നല്ല വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു എക്സാം നമ്മുടെ മുമ്പിലുണ്ട്. ഇതേപോലുള്ള എക്സാമുകൾ സ്ഥിരമായിട്ട് വരികയും ചെയ്യും. അതുപോലെ വിളിച്ചൊരു എക്സാമാണ് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി വിളിച്ചൊരു എക്സാമാണ് ഇലക്ട്രീഷ്യൻ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ്. അത് വിളിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 18 മുതൽ 41,500 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ITI ഒക്കെ തന്നെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ഓഫ് 2 ഇയേഴ്സ് ആസ് വയർമാൻ, ഒരു 2 ഇയർ എക്സ്പീരിയൻസും വേണം. അടുത്തായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. 31/12/2025 ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 2023 റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 37.67 ആയിരുന്നു. വളരെ ചെറിയ കട്ട് ഓഫാണ് വന്നിട്ടുള്ളത്. മാക്സിമം മാർക്ക് പോലും 73 വന്നിട്ടുള്ളൂ. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 30 ആയിരുന്നു. ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റിൽ 29 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തത്. എന്നിട്ട് 30 പേർക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളൊരു എക്സാം തന്നെയായിരിക്കും ഈ വരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ ഒത്തിരി എക്സാമുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. എക്സാമിന്റെ നിലവാരം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം ചിട്ടയോടുകൂടി കുറച്ച് ഡീപ്പായിട്ടൊക്കെ പഠിച്ച് നമുക്ക് പോകാമെങ്കിൽ അത്യാവശ്യം ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ, കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രീഷ്യൻ്റെ, ഈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇലക്ട്രീഷ്യൻ്റെ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക്
പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ ഈ പറയുന്ന എക്സാം ഡേറ്റ് വരുമ്പോഴത്തേന് ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ, ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസ്, മെന്റർഷിപ്പ്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എല്ലാം അടങ്ങുന്ന ബാച്ചുകളാണ് നമ്മളുടെ ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ബാച്ച് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, പിന്നീട് ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്നാണ് ആ വെബിനാർ. ഓക്കെ, അപ്പം ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്താണ് സിലബസ്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, അപ്പൊ അതനുസരിച്ച് നമ്മുടെ പഠനം എങ്ങനെ മാറ്റാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നേരിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നേരിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ സിലബസിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എക്സാമിന്റെ നിലവാരത്തിന്റെ മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ചോദിക്കാവുന്നതാണ്. പ്രശാന്ത് സാറാണ് എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനും നോക്കുക. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കുറെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്കുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും എന്താണ് നമ്മളോട് കൂടി ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടി നിങ്ങൾക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.